പിന്നെയുള്ളതാണ് ഇത്രയൊക്കെ വന്നു കഴിഞ്ഞാൽ പിന്നെ അടുത്ത പണി കത്തീഡ്രൽ, മഹായിടവക, വലിയ പള്ളി, തീർത്ഥാടന കേന്ദ്രം. ഇതും ജനങ്ങൾക്ക് ഇഷ്ടമാണ്. ജനങ്ങൾക്ക് ഇഷ്ടമാണ്. അച്ഛന്മാർ കൂട്ടുവന്നു, മെത്രാച്ചന്മാരെ ഒപ്പിട്ട് മേളിലോട്ട് കൊടുത്തു വിടുന്നു. പിന്നെ ബാവായും വിചാരിക്കുക എല്ലാവരും ഇങ്ങനെ കൂട്ടാണ്, പിന്നെ ഞാനിതിനെതിരെ നിൽക്കുന്നേ. അതുകൊണ്ട് അത് നിന്നിട്ടുണ്ടെങ്കിൽ നന്നായി. ഏതായാലും ഇനിയിപ്പോൾ വരത്തില്ലായിരിക്കും. ഈ പ്രാവശ്യം ഒരു പണി ചെയ്തിട്ടുണ്ടല്ലേ, ഈ പള്ളിക്കെല്ലാം ഇച്ചിരി പണം കൂട്ടി കൊടുക്കണമെന്നൊരു വകുപ്പ് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇനി എന്താണെന്നറിയാൻ വയ്യ. ഈ പ്രവണത ഇത് നമ്മുടെ അനേക വൈദികര് വലിയ കാര്യമായിട്ടാണ് അവരുടെ കാര്യത്തിൽ അവർ ചെയ്തിട്ടുള്ളത്. എനിക്കറിയാൻ വയ്യ ഇതിൻ്റെ ഒന്നിന് പോലും എനിക്കറിയാൻ വയ്യ ഇതിൻ്റെ എന്തെങ്കിലും ദൈവശാസ്ത്രപരമായി പ്രാധാന്യമുള്ളതാണോ, ദൈവത്തിന് ഇഷ്ടമുള്ളതാണോ, ദൈവം ആഗ്രഹിച്ചതാണോ എനിക്കറിഞ്ഞുകൂടാ. അതിൻ്റെ കൂടെയാണ് നമ്മൾ ചെയ്ത വേറൊരു പണിയും കൂടെ. ഇതൊക്കെ ഈ ജോൺ പോൾ 23 ലോകത്തോടൊരു മിയാക്കുൾപ്പേ പറഞ്ഞു, ക്ഷമിക്കുക എന്ന് പറഞ്ഞ് ലോകത്തോട് ക്ഷമ ചോദിച്ചു. അതുപോലെ ക്ഷമ ചോദിക്കേണ്ട ഒരു പാവമാണ് തിരുശേഷിപ്പല്ലാതെ ഏതോ കാര്യങ്ങൾ അവിടെ ഇവിടെയും കൊണ്ടുവച്ച് തിരുശേഷിപ്പാണെന്ന് പറഞ്ഞ് ധൂപം വെക്കുന്നത് ലോകത്തോട് ക്ഷമ ചോദിക്കേണ്ട പാവമാണെന്നാ എന്റെ വിചാരം. അത് ക്ഷമ ചോദിക്കണം. അത് കാരണം അവിടെ തിരുശേഷിപ്പാണ് കൊണ്ടുവച്ചത്. മനുഷ്യരെ കളിപ്പിക്കല്ലേ. ഈ കളിപ്പിന് നിങ്ങളെല്ലാം ഞാനും എല്ലാം കൂട്ടിയിരുന്നില്ലേ? ഈ തിന്മയല്ലേ ഇത്? ശൂന്യമാക്കും നമ്മൾ ഏച്ചതാ. നിൽക്കരുതാത്ര നിൽക്കുകയല്ലേ ചെയ്തത്. ആർക്കാ ഇന്നലെ ബെന്യാമിൻ പറഞ്ഞതുപോലെ ചെയ്യുന്ന കാര്യങ്ങൾക്ക് വിശ്വാസമുണ്ടോ? അവിടെ ധൂപം വെക്കുന്നവർക്ക് ആർക്കെങ്കിലും വിശ്വാസമുണ്ടോ അവിടെ തിരുശേഷിപ്പായിരിക്കുന്നതെന്നോ? ജനത്തെ കളിപ്പിക്കാനുള്ള കുറെ സംവിധാനങ്ങളുമായിട്ട് നമ്മളിങ്ങനെ അങ്ങോട്ട് മുന്നോട്ട് പോവുകയാണ്. ഇതിനെന്താണ് അന്ത്യമുണ്ടാകുന്നത്? ഞാന് മദ്രാസിൽ നിന്ന് ഒരു പള്ളിയിൽ തിരുശേഷിപ്പ് കൊടുക്കാനായിട്ട് അവിടെ ഏതോ പള്ളിയിൽ മൗണ്ടോ ഏതാണ്ട് അവിടുത്തെ അച്ഛൻ, ഇപ്പൊ എനിക്കറിയാം അച്ഛന്മാരിവിടെ കാണുമായിരിക്കും, എന്നെ വിളിച്ചേച്ച് പറഞ്ഞു അവിടുത്തെ മൈലാപ്പൂരിലെ പഴയ കബറിടം പൊളിച്ചപ്പോൾ അവിടുത്തെ കല്ലും മണ്ണുമാണ് ശേഖരിച്ചു വെച്ച്, അതാണ് ചെപ്പിനകത്ത് കൊടുത്തു വെച്ചിരിക്കുന്നത്. ഞാൻ മെത്രാച്ചനെ വിളിച്ചേച്ച് പറഞ്ഞു, തിരുമേനി എനിക്ക് ഇങ്ങനെ ഒരു വിവരം കിട്ടിയത്, ഇതാണ് കൊണ്ടുവന്ന് തിരുശേഷിപ്പായിട്ട് വെക്കുന്നത്, അത് നല്ലതാണോ? എന്തിനധികം ആ പള്ളിയില് മാർത്തോമാശ്രീയുടെ അനുസ്മരണ പ്രഭാഷണത്തിന് എന്നെ വിളിച്ചിരുന്നു. ഞാൻ അവിടെ ചെന്നു, എന്നെ കൊണ്ട് പ്രസംഗിപ്പിച്ചില്ല. എനിക്ക് പ്രയാസമൊന്നുമില്ല, പ്രസംഗിക്കാൻ ഞാൻ നന്നായും തോന്നി. ചിലപ്പോൾ അറിയാതെ ചിലപ്പോൾ വിളിച്ചു പറയുന്ന ഒരു കൂട്ടത്തിലായതുകൊണ്ട് വല്ലതും പറഞ്ഞു പോയെങ്കിൽ അന്തരീക്ഷം മോശമായി പോയേനെ. അതുകൊണ്ട് അത് നന്മയ്ക്കായെന്ന് ഞാൻ വിചാരിക്കുക. എന്തെല്ലാം കാര്യങ്ങളാണിങ്ങനെ ജനത്തിന് ഇഷ്ടമായതൊക്കെ. ഈ തിരുശേഷിപ്പ് സമർപ്പണവും അതിന്റെ പേരിലുള്ള ഒരു ഘോഷയാത്രയും എല്ലാം ജനത്തിന് ഇഷ്ടമാണ്. അതുകൊണ്ട് ജനത്തിന് ഇഷ്ടമായ പരിപാടികൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പിന്നെയുള്ളതാണ് ജൂബിലി പരിപാടികൾ. ഇപ്പോഴത്തെ ജൂബിലികൾ ഇപ്പൊ പെട്ടെന്ന് നിങ്ങൾ ചോദിക്കുമായിരിക്കും, സൺഡേ സ്കൂൾ ജൂബിലി കൊണ്ടാടുന്നില്ലയോ? സൺഡേ സ്കൂളിൽ ജൂബിലിയെ കുറിച്ച് നല്ലതായിട്ട് ആലോചിച്ച് തന്നെ ഒരു പ്രകടനമില്ല, ഘോഷയാത്രയില്ല, യാതൊരു വിധമായ ആഘോഷങ്ങളുമില്ല. സൺഡേ സ്കൂൾ എന്ന് പറയുന്ന സംവിധാനത്തെക്കുറിച്ച് ഇടവക ജനങ്ങളിൽ സെക്കുലർ വിദ്യാഭ്യാസത്തിന് കൊടുക്കുന്ന സ്ഥാനം കൊടുക്കാതെ വന്നതുകൊണ്ട് ബോധവൽക്കരണത്തിന്റെ പഠന ക്ലാസുകളല്ലാതെ മറ്റൊന്നും സൺഡേ സ്കൂളിൽ 25 നേരത്തെ കൊണ്ടാടിയതുകൊണ്ട് OSACയുടെ 50. അവിടെ രാഷ്ട്രീയക്കാരെ വിളിക്കാനോ ഇവിടെ ജൂബിലികൾ നടത്തുന്നതിനാണ് രാഷ്ട്രീയക്കാർക്ക് അരങ്ങേറാൻ. നമ്മുടെ സഭയിൽ മാത്രമേ ഉള്ളൂ. ജനങ്ങൾ വലിയ ജനക്കൂട്ടം കൂടിയിട്ട് മെസ്സേജ് കേൾക്കണമെന്നുണ്ടെങ്കിൽ രാഷ്ട്രീയക്കാരന്റെ മെസ്സേജ് കേൾക്കണം. ആരാണ് പരിമളത്തിനുമേന്ന് പ്രസംഗിക്കുന്നത്? കൊടിക്കുന്നിൽ സുരേഷ്, സോറി കേട്ടോ, അദ്ദേഹത്തിന് പറയണം പരിമളത്തിനുമേനിയാണെന്ന് അദ്ദേഹം പറഞ്ഞെങ്കിലേ നമുക്ക് മനസ്സിലാകത്തുള്ളൂ. ഇതുപോലെ വേറെ ഒരു സഭയിലും കാണുകയില്ല. നമുക്കറിയാലോ, ഏതെങ്കിലും പള്ളികളിൽ പോലെ ഇപ്പോൾ വന്നിരിക്കുക, ശവസംസ്കാര ശുശ്രൂഷയുടെ ഏവങ്കേലിയം വായിച്ചു കഴിയുമ്പം 5-6 കതർധാരികള് ഒരു നേതാവിനെയും പിടിച്ചുകൊണ്ടെങ്കിൽ വരും. ഏവങ്കേലിയം കഴിയുമ്പോൾ അനുസ്മരണ അവിടെ അനുശോചന വേറെ ഏതെങ്കിലും സമയം നടക്കുമോ? ശുശ്രൂഷ ആരംഭിച്ചാൽ ശുശ്രൂഷ പൂർത്തിയാക്കണം. അതിനിടയ്ക്ക് ഇനി ആര് വന്നെന്ന് പറഞ്ഞാലും കൊള്ളാം, അവർക്കാർക്കും അവിടെ ഇറങ്ങേറേണ്ട സമയമല്ല. നമ്മുടെ പള്ളികൾ മാത്രമേ നടക്കുന്നുള്ളൂ. നമ്മുടെ പള്ളികൾ മാത്രമേ ഉള്ളൂ. ഒരു ആത്മീയ സംഘടനയുടെ മീറ്റിംഗ് നടന്നു കഴിഞ്ഞാൽ മെസ്സേജ് കൊടുക്കുവാൻ ഇവിടെ ആത്മീയ നേതാക്കന്മാരില്ല. അതിന് MLAയും MP യും
രാഷ്ട്രീയക്കാരുമാണ് നേതൃത്വം കൊടുക്കുന്നത്. കാരണം പത്രത്തിൽ പേര് വരണം. മീഡിയ അഡിക്ഷനാണ്. നമ്മുടെ നല്ല പങ്ക് വൈദ്യർക്കും മറ്റുള്ളവർക്കും മീഡിയ അഡിക്ഷനാണ്. മീഡിയയിൽ പേര് വരണം, അതാണ് പ്രധാനം. അതിനനുസരിച്ച് കുറച്ച് നേതാക്കന്മാരെ കൊണ്ടുവന്ന രാഷ്ട്രീയക്കാരെ എവിടം വരെ കയറ്റാന്നറിയാമോ? അവിടെ പിന്നെ ഒന്നുമില്ല. ബസേലിയസ് കാലം ചെയ്ത ശാസ്താംകോട് മാത്യൂസ് ബാവ കവറടങ്ങിയപ്പോഴേ മധുബായി വരെ കയറി 2-3 പേര്. ദേവലോകത്തെ മധുബായിൽ വേറെ ഒരിടത്തും നടക്കുകയില്ല. അതുകൊണ്ട് ഈ രീതിയിലുള്ള നമ്മുടെ ആൾക്കാര് ഒരു സന്ദേശം കൊടുക്കുന്നത് കേട്ടാൽ മതി. ചില പെരുന്നാളുകൾക്ക് ഇപ്പോ സന്ദേശം കൊടുക്കുന്ന മമ്മൂട്ടിയും അതുപോലെ കുഞ്ചാക്കോ ബോബനും ദിലീപും ഏറ്റവും കൂടുതൽ ആൾക്കൂട്ടം തീർത്ഥാടന കേന്ദ്രങ്ങളാണ്. ഈ തീർത്ഥാടന കേന്ദ്രങ്ങളിൽ ഇവരുടെ സന്ദേശം കേൾക്കാനാണോ ജനങ്ങൾ കൂടുന്നത്? എന്തിനെയാണ് നമ്മൾ പ്രോത്സാഹിപ്പിക്കുന്നത്? അതുകൊണ്ട് ഈ വക ശൂന്യമാക്കുന്ന മ്ലേച്ഛതകളാണ് നമ്മുടെ ദേവാലയങ്ങളിൽ അരങ്ങേറിക്കൊണ്ടിരിക്കുന്നത്. അതിനെക്കുറിച്ച് ആർക്കും വേദനയില്ലാതെ പോകുന്നുവെങ്കിൽ എന്ത് കഷ്ടമെന്നല്ലാതെ എന്തു പറയണ്ടോ? അതുകൊണ്ട് ആ കാര്യങ്ങളിൽ നമ്മൾ കുറച്ചുകൂടെ ചിന്ത ആവശ്യമായിരിക്കുന്നു. പിന്നെ നമ്മുടെ ചില ആൾക്കാർക്ക് കുറെ തീവ്രമായ ആത്മീയക്കാരുണ്ട്. അങ്ങനെ കുറച്ച് പേർക്കുണ്ട്. അവർക്ക് രോഗശാന്തി വേണം, അതുപോലെ അവർക്ക് അത്ഭുതകരമായ കാര്യങ്ങൾ സാധിക്കണം, അതിനനുസരിച്ച് ചില ആത്മീയമൊക്കെ വേണം. അതനുസരിച്ച് ചെയ്തു കൊടുക്കുന്ന കുറച്ച് പേര് അതും ഉണ്ട്. അതിനകത്ത് ഭൂതോച്ചാടനമുണ്ട്, ചരട് കെട്ടിക്കൊടുക്കുന്നുണ്ട്, പിന്നെ കുരിശ് പ്രാർത്ഥിച്ചു കൊടുക്കുന്നുണ്ട്. കുരിശ് പ്രാർത്ഥിച്ചു കൊടുക്കുന്ന കുഴപ്പമൊന്നും ഉണ്ടെന്ന് വിചാരിക്കുന്നില്ല. പക്ഷെ ഇതെല്ലാം ഒരുമാതിരി മാജിക്കും മന്ത്രവുമാക്കി മാറ്റി അത് മനുഷ്യരുടെ തൃപ്തിക്കനുസരിച്ച്, അതുപോലെ മനുഷ്യരുടെ ഇഷ്ടമനുസരിച്ച് കുറെ വേലകൾ ചെയ്തു കൊടുക്കുന്ന രീതിയും നമ്മുടെ നേതാക്കന്മാരുടെ ഇടയിൽ വർദ്ധിച്ചുകൊണ്ട് ഇരിക്കുകയാണ്. അതുകൊണ്ട് നമ്മൾ കുറെ കൂടെ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. എനിക്ക് തോന്നുന്നു നമ്മൾ കുറെ കൂടെ പഴയ ആശ്രമ പാരമ്പര്യത്തിൽ പറയുന്ന പോലെയുള്ള ജീവിതമൊക്കെ ഉണ്ടെങ്കിൽ, ഈ വീണ്ടും പറയുന്നതിൽ ക്ഷമിക്കുക, കൂദാശയും കൈമുത്തും തമ്മിൽ ഉള്ള ബന്ധം വർദ്ധിച്ചു വരുന്നിടത്തോളം കാലം ഈ സഭയിൽ ആത്മീയ ഉണർവ് വരുമെന്ന് എനിക്ക് വിചാരമില്ല. കൂദാശയും കൈമുത്തും. ജിജി തോംസൺ നമ്മുടെ സഭയിൽപ്പെട്ട ആളാണ്. അദ്ദേഹം മാരാമൺ കൺവെൻഷൻ പ്രസംഗിച്ചു എന്ന് ഞാൻ കേൾക്കുന്നു. എയർപോർട്ടിൽ ചെന്നാൽ ഞങ്ങളുടെ ഒരു മെത്രാച്ചൻ ഇല്ലാത്ത ഒരു സംദർഭവും ഇല്ല എന്ന് ഞാൻ ചിലപ്പോൾ അദ്ദേഹം പറഞ്ഞ എനിക്കറിയാൻ വയ്യ. അദ്ദേഹം പറഞ്ഞാണ്. അദ്ദേഹം ചോദിക്കും, എന്തിനാ തെറ്റുമേ പോകുന്നത്? അതേ, ഒരു മാമോദീസ